ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്ന് നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വൻപയർ തോരൻ്റെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, കുതിർത്ത് വെച്ചിട്ട് തയ്യാറാക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കർ അടച്ച് ഒരു 7-8 വിസിൽ വരുന്നത് വരെ വൻപയർ വേവിച്ചെടുക്കാം. വിസിൽ മുഴുവനായും പോയതിന് ശേഷം മാത്രം ഇത് തുറന്നു നോക്കാം. വൻപയർ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 3-4 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. ഇതിന്റെ നിറം ചെറുതായിട്ടൊന്ന് മാറുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ചു നേരം വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ നിറം ചെറുതായിട്ട് മാറി ചെറിയൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ ഇത് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറിയ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും നാടൻ മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ച പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വൻപയർ ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിൽ ചേർത്ത പൊടിയും തേങ്ങയും വൻപയറും ഒക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നുള്ളത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പം തുറന്നിളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ, ഇതിന് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു തോരനാണിത്. കഞ്ഞിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി തോരനാണ്. ഈ ഒരു വൻപയർ തോരൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.